ഹലോ, ടാരോ വിത്ത് അനല. ഇന്ന് വീണ്ടും ഒരു പിക്കപ്പ് പൈൽ റീഡിംഗ് ആണ്. ഇത് പൈൽ നമ്പർ 1 ബ്ലൂ കളറാണ്. ഇത് പൈൽ നമ്പർ 2 പിങ്ക് കളറാണ്. നമ്മളിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പേഴ്സൺ ഉണ്ടോ എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. പൈൽ നമ്പർ 1 ഓർ 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം റീഡിംഗ് കാണുക. റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു. ഹലോ, പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം നിങ്ങളുടെ പാർട്ട്ണറുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. 9 ഓഫ് സ്വോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. സ്വോർഡ് എനർജി വളരെ സ്ട്രോങ് ആണ് ഈ റീഡിങ്ങിൽ. അവർ രാത്രികളിൽ ഉറക്കമില്ലാതെ ഇരുന്ന് ടെൻഷൻ ആവുന്നുണ്ട്, ദുസ്വപ്നങ്ങളുണ്ട്, എന്ത് ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അവരൊരു ടെൻഷനിലാണ്, അവർക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ കേസിൽ തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അവർക്ക് പാഷനുണ്ട്, അതായത് സ്നേഹത്തോടുള്ള ഒരു താല്പര്യം അതുണ്ട്. പക്ഷേ അത് ഒരു തേർഡ് പാർട്ടിയിലൂടെ ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളോട് റഫ് ആൻഡ് ടഫായിട്ട് കാര്യം തുറന്നു പറയണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആഗ്രഹമുണ്ട് അവർക്കത് പറയണമെന്ന്, പക്ഷെ അതിനുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടിയിട്ടില്ല. പകൽ ഒരുപക്ഷെ നിങ്ങളെ കാണുമ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി അവരുടെ മൈൻഡ് വീക്കാണ്. ഇപ്പോൾ ചോയ്സ് എടുക്കാനായിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു സ്റ്റക്കാണ്, മുന്നോട്ട് പോകുന്നില്ല. അവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ തേർഡ് പാർട്ടി സ്വീകരിക്കണോ, ഇതെങ്ങനെ ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷനിലാണ് അവരുള്ളത്. നിങ്ങളെ അവർ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ഈ റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ നിങ്ങളുടെ എനർജി അവർക്ക് വേണ്ടി ചിലവാക്കുന്നു, പക്ഷേ ആ എനർജിക്ക് അവർ അർഹരാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവേണ്ടത് ഒരു ക്ലാരിറ്റിയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അത് ചെറിയ ലെവലിലൊന്നുമല്ല. കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതായത് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത്. ഈ റിലേഷനിൽ നിൽക്കണോ തുടർന്ന് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ ഔട്ട് ഗ്രോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചു പിടിക്കണം. പവർ തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയണം. നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം. ഇഷ്ടപ്പെട്ട ഹോബീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സമയവും എനർജിയും ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എനർജിയായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഹൈറഫൻ്റ് എനർജിയാണ്. അതായത് അത്രയും ഉയർന്ന എനർജി ലെവലിൽ നിൽക്കേണ്ട ആളുകളാണ് നിങ്ങൾ. ഒരു റിലേഷൻ കൊണ്ട് തകർന്നു പോകേണ്ട ആളുകളല്ല. ഒരു പാർട്ട്ണർ നമുക്ക് കിട്ടേണ്ട അറ്റൻഷൻ തരാതെ പോയി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തകർന്നടിഞ്ഞ് ജീവിതം അടുത്ത് പോകേണ്ട ആളുകളല്ല നിങ്ങൾ. നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയായിട്ട് നമ്മൾ കണ്ടു 9 ഓഫ് സ്വോർഡ്സ് ആണ്. അവർ ഒരു എംപറർ എനർജിയിലേക്ക് വളരെ റഫ് ആൻഡ് ടഫ് സ്ട്രക്ചർ, റൂൾസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരത് ദയനീയമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അവർ പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് അവർ സ്റ്റക്കാണ്. അവർക്ക് ചോയ്സ് എടുക്കാൻ സാധിക്കുന്നില്ല. ഇതിൽ ഹൈറഫൻ്റ് എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങൾ താഴത്തേക്ക് പോകരുത്. അവരോട് സ്നേഹം ബെഗ് ചെയ്ത് പുറകെ ചെന്നിട്ട് നിങ്ങളുടെ വില സ്വയം ഇടിച്ച് കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റേ സ്ട്രോങ്. ഇപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട സമയമാണ്. ഈ പാർട്ട്ണർ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ആണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വന്നോളും. ഇപ്പോൾ നോ കോൺടാക്റ്റിലാണോ? ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അത് അവരുടെ ഡിസിഷനാണ്. യൂണിവേഴ്സിൻ്റെ ഡിസിഷൻ എന്താണ് എന്നറിയാൻ നിങ്ങൾ കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. എനിവേ, അതിൻ്റെ അവസാനം നിങ്ങൾക്ക് വരാൻ പോകുന്നത് കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൺഫ്യൂഷനുകളും അവസാനിക്കുന്ന ഒരു ദിവസം വലിയ താമസം ഇല്ലാതെ തന്നെ വരും. ആ ദിവസം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ എനർജി നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. താങ്ക് യു. ഫയൽ നമ്പർ 2 റീഡിംഗ് ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹാപ്പി ന്യൂസാണ്. അവർ ഒരു വേൾഡ് കാർഡിൻ്റെ എനർജിയിലാണുള്ളത്. അതായത് അവർ ഹാപ്പിയാണ്. പക്ഷേ അതേസമയം തന്നെ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അവർക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സംസാരിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്കത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
ഒരു പക്ഷേ അവരൊരു ദൂരസ്ഥലത്തായിരിക്കാം, നിങ്ങളെ കാണാനും സംസാരിക്കാനുമുള്ള ഒരു സാഹചര്യത്തിലല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല, അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളോട് ഒരുപക്ഷെ അവരെന്തെങ്കിലും ഒരു ക്രൂരമായിട്ടോ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലുള്ള ചിന്തകൾ അവർക്കുണ്ട്. നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്നേഹം നിങ്ങൾക്ക് അർഹമാണ്. അത് നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്ലാനിങ്ങുകളായിരിക്കാം. പക്ഷേ ദേ ആർ പ്ലാനിങ് സംതിങ്. അതിവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അതെല്ലാം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. ഇതവർക്കൊരു ജഡ്ജ്മെൻറ്റിൻ്റെ സമയമാണ്. അതായത് അവർക്കൊരു ഒരു ഒരു വെളിപാട് വന്നിരിക്കുകയാണ്. ഈ റിലേഷനിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള, അല്ലെങ്കിൽ ഇത്രയും നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ശരിയായില്ല, അങ്ങനെ പാസ്റ്റിനെ കുറിച്ചുള്ള എന്തൊക്കെയോ തെറ്റുകൾ അവർക്ക് അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ സമയത്ത് കുറച്ച് ടെൻഷനിലാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളൊരല്പം ടെൻഷനിലായിട്ട് കാണുന്നുണ്ട്. അത് ഒഴിവാക്കുക. നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈനായിട്ടാണ് എനിക്കിവിടെ റീഡിംഗ് കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. ഈ റിലേഷൻ്റെ സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു.